സാറല്ലേ? അതെ 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 അതെ. സരസ്വതി മാത്യു ഉണ്ടോ? ഓ കാണാം സാർ. സാർ ഒന്നേ താനോ സാഹിബ് ഇവിടെ ഇരുന്നാട്ടെ, ഇവിടെ ഇട്ടിരുന്നാട്ടെ. കൊച്ചപ്പ ഇപ്പൊ വരും. എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല, അവനെ കൊന്നത് ഞാനല്ല. അവനെ കൊന്നത് ഞാനല്ല. ഭഗവാനെ, ചതിച്ചോ? ഇതാണോ സരസ്വതി മാത്യു? താനാ? സരസ്വതി കൊച്ചമ്മ ഇപ്പൊ വരും. നേരത്തെ വന്ന പോലാണോടോ വരവ്? അപ്പൊ ഒരിക്കൽ വന്നോ? മിസ്റ്റർ ശങ്കരൻകുട്ടി അല്ലേ? അതെ. ഇന്റർവ്യൂവിന് 4 മണിക്ക് എത്തണമെന്നല്ലേ കത്തിൽ എഴുതിയിരുന്നത്? കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്തൊരു ബസ്സിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വഴിനീളെ പണിമുടക്കിയാണ് ഏലപ്പാറ എത്തി. ഇരിക്കൂ. താങ്ക് യു. മുൻപ് എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി? മുൻപ് ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? BA പാസ്സായിട്ടുണ്ട്. അപേക്ഷ എഴുതിയിരുന്നു. എസ്റ്റേറ്റുകളെ പറ്റി എന്തറിയാം? എസ്റ്റേറ്റുകളാണെന്നറിയാം, കൂടുതലാണെന്ന് അറിയില്ല. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അച്ഛൻ, അമ്മ, സഹോദരി. അവരെല്ലാം നിങ്ങളുടെ സംരക്ഷണയിലാണോ? ഞാൻ അവരുടെ സംരക്ഷണയിലാണ്. ജോസ്, ചായ കൊണ്ടുവരൂ. എനിക്കിപ്പോ ചായ വേണ്ട. കൊണ്ടുവരൂ. ശങ്കരൻകുട്ടിക്ക് എത്ര വയസ്സായി? 30. ഇത്രയും നാൾ ജോലിയില്ലാതെ എങ്ങനെ കഴിച്ചുകൂട്ടി? അതേപ്പറ്റി ഓർമ്മിച്ചില്ല. ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം? ആ പരസ്യം കണ്ടുകൊണ്ട്. അതിനു മുമ്പ് പരസ്യമൊന്നും കണ്ടിട്ടില്ലേ? അപേക്ഷിക്കണമെന്ന് തോന്നിയ പരസ്യമൊന്നും കണ്ടില്ല. കുടിക്കൂ. ആ കൊലക്കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് വക്കീൽ അദ്ദേഹം പറഞ്ഞത്. മാഹസർ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പ്രതിസ്ഥാനത്ത് ആരെയും ചേർത്തിട്ടില്ല. പാപ്പുകുട്ടി ചെന്ന് കാറെടുക്കോ. ശങ്കരൻകുട്ടി വരൂ.
നമ്മുടെ എസ്റ്റേറ്റ് കണ്ടോ? ഇല്ല. നമ്മുടെ എസ്റ്റേറ്റ് കൂടെയാണ് നമ്മൾ വന്നത്. കണ്ടു. എസ്റ്റേറ്റ് എങ്ങനെയുണ്ട്? മനോഹരമാണ്. എസ്റ്റേറ്റ് തുടങ്ങുന്നിടത്ത് 2 ശവകുടീരങ്ങൾ കണ്ടു കാണും. അവിടെ മുതൽ ഇവിടം വരെയാണ് എസ്റ്റേറ്റ്. തെക്കോട്ട് ആ പാറ വരെ. വീട്ടിൽ പോയി ഇവിടെ വാടി. ഓടി വേഗം, ഓടി വേഗം. ഏതാണ് പെണ്ണു? അതൊരു തൊഴിലാളി പെണ്ണാണ് സാർ. അതുകൊണ്ടാണോ അവളെ തല്ലിയത്? സോറി മിസ്റ്റർ ചന്ദ്രൻകുട്ടി, ആ പെണ്ണിനെ അത്ര അടിച്ചത് ശരിയായില്ല. ഇവിടെ എത്ര പേർക്ക് ഭ്രാന്തുണ്ട്? ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രം. സാർ, ഇയാൾക്കും കിറുക്കണം. ഞാൻ ഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പോവാ. സാർ വല്ലാത്ത ഒരു സമയത്താണ് വന്നത്. ആ സമയത്തിന് എന്താ കുഴപ്പം? സരസ്വതി കൊച്ചമ്മ വലിയ മനോവിഷമത്തിലാണ്. സാർ, തനിക്കും ഭ്രാന്താണ്? ഇല്ല സാർ. പിന്നെ 5 ദിവസം മുമ്പാണ് കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചത്. അതൊരു ദുർമരണമായിരുന്നു. നാട്യമാനെ ആരോ കൊന്നതാണ്. ആരാണ് കൊന്നതെന്ന് അറിയില്ല. മരിച്ചതിന് ശേഷം ഏമാനും മിണ്ടി. വരൂ, ഇരിക്കൂ. ഞാൻ പോകുന്നു. പിന്നീട് ഒരിക്കൽ വരാം. നിങ്ങൾ പോയിട്ട് മടങ്ങി വരും വരെ നിയമനം നീട്ടിവെക്കണം. ഇന്ന് സംസാരിക്കാൻ ഒരു സുഖം തോന്നുന്നില്ല. പരിപൂർണ സുഖം തോന്നിയിട്ട് മനുഷ്യന് ഒരിക്കലും ഒന്നും സംസാരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ എസ്റ്റേറ്റ് മാനേജർ ജോലി ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പോകുന്നു. മിസ്റ്റർ ശങ്കരൻകുട്ടി, ഇഷ്ടമില്ലെങ്കിൽ ജോലി സ്വീകരിക്കണ്ട. പക്ഷേ ഈ രാത്രിയിൽ പോകാൻ പാടില്ല. രാത്രി ഇവിടെ താമസിക്കാം. ഈ വീട്ടിൽ അത്താഴം കഴിക്കാം. രാവിലെ പോകാം. ആരാ കരയുന്നു? ആരോ കരയുന്നു. അതും മനസ്സിലായി. ഏതോ സ്ത്രീ. അതും മനസ്സിലായി. ശങ്കരൻകുട്ടിക്ക് ഇന്നിവിടെ താമസിച്ചൂടെ? ശങ്കരൻകുട്ടിക്ക് ഇവിടെ താമസിക്കാൻ ഭയമുള്ളതുപോലെ എനിക്ക് മനുഷ്യരെയും പിശാചുക്കളെയും ഭയമില്ല. ഇവിടെ പിശാചുക്കളെ ഉള്ളൂ. കൊച്ചമ്മ, കൊച്ചമ്മ, ഒന്ന് വീട്ടിലേക്ക് വരണം കൊച്ചമ്മ. എന്താടി, എന്താ സംഗതി? അപ്പൻ അമ്മയെ തല്ലിക്കൊല്ലും കൊച്ചമ്മ. ഒന്ന് വേഗം വരണം കൊച്ചമ്മ. ജോസ്, പാപ്പുകുട്ടി ടാക്സി കൊണ്ടുവരോ? അതുകൊണ്ടേക്ക്. ശങ്കരൻകുട്ടി എന്റെ കൂടെ വരും. അധികം കുടിച്ചല്ലേ? കൂടുതൽ കുടിച്ചു പോയി കൊച്ചമ്മ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഇന്ന് അങ്ങനെ പറ്റിപ്പോയേ, ക്ഷമിക്കണം. വല്ലതും കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളാം. ഓ, രാവിലെ ബംഗ്ലാവിലേക്ക് വരണം. ഓ,
കാക്കച്ചി. ഓ കാക്കച്ചി, മുത്തപ്പൻ അത്താഴം വിളമ്പി കൊടുക്കണം. ഓ കൊച്ചമ്മ. തങ്കക്കുട്ടി. ഓ എന്താ കാക്കച്ചി? എനിക്ക് ചത്തെങ്കിലും മതി കൊച്ചമ്മ. ഇയാളോട് എന്നെ കൊന്നേക്കാൻ പറ. നോക്കൂ കൊച്ചമ്മ, അപ്പനടിച്ച പാടാണ് ഇതെല്ലാം. സമാധാനിക്ക് കാക്കച്ചി, നീ എന്നെ ഓർത്ത് സമാധാനിക്കേ. മുത്തപ്പന് ആഹാരം കൊടുത്ത് കളിച്ച. തങ്കക്കുട്ടി, അപ്പനെ അകത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് അമ്മയെ സഹായിക്കാം. അപ്പൻ ഉറങ്ങിയിട്ട് നീ ഉറങ്ങാം. വരൂ സമാധാനം. ഇരിക്കും. നോക്കൂ നോക്കൂ, ഈ തുണിയിലെല്ലാം എന്റെ കുഞ്ഞിന്റെ പറയാ. ഇതെല്ലാം അവനെ ഇവിടെ ഇട്ടേച്ചു പോയി. അവനെ കൊന്നു.